സ്വീറ്റ്സിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റങ്ങളിൽ ഒന്നാണ് കേസരി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ? പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക, അത് കത്തിച്ചതിന് ശേഷം അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കുക. പരമാവധി നെയ്യ് തന്നെ എടുക്കാൻ നോക്കുകയെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. സാധാരണ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുവന്ന മുന്തിരിയാണ് നല്ലത്. എൻ്റെ അടുത്തത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കറുത്ത മുന്തിരി എടുത്തത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് എടുക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിൽ ബാക്കി വന്ന നെയ്യിൻ്റെ ഒന്നിച്ചേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ വേറെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള റവ ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത റവയുടെ അളവും എൻ്റെ പാത്രവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പാത്രം കുഞ്ഞായിപ്പോയി, അപ്പോൾ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ് മാത്രമായിട്ട് പൊടിക്കുമ്പം അത്ര ഇത് ഫൈനായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് എത്ര ടൈറ്റ് ആണെങ്കിലും അതൊന്ന് ലൂസായി വരും. ഞാൻ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ആ പഞ്ചസാര ചേർത്തതിന് ശേഷം ആ ഒരു നന്നായി ഡ്രൈ ആയ സാധനം കുറച്ച് ലൂസായി വന്നില്ലേ. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ പരിപാടി അത്രയേ ഉള്ളൂ. നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.